ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ ഇത് നമ്മളെ ലാസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ ജസ്റ്റ് എല്ലാം ഒന്ന് ഓടിച്ചു പോവുകയാണ്. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ പാടത്തുനിന്നാണ്, എന്തൊക്കെ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കബീർദാസ് നോക്കാം. അപ്പോൾ കബീർദാസ് का जन्म भक्ति काल निर्गुण भक्ति शाखा के कवि है. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരും. कबीर किस काल का रचनाकार है എന്ന് ചോദിച്ചാൽ कबीर निर्गुण भक्ति शाखा का रचनाकार है. किस काल का है? भक्ति काल का. പിന്നെ അടുത്ത ചോദ്യം വരുന്നതെന്ന് വെച്ചാൽ कबीर भक्ति शाखा के किस ശാഖ കെ കവി ഹെ. ഭക്തി ശാഖയിലെ തന്നെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, പ്രേമാശ്രയ ശാഖയും ജ്ഞാനാശ്രയ ശാഖയും. പക്ഷെ കബീർദാസ് ജ്ഞാനാശ്രയ ശാഖയിലെ കവിയാണ്. ജ്ഞാനാശ്രയം എന്ന് വെച്ചാൽ ജ്ഞാനത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എഴുതുന്ന ദോഹകളാണ് കബീർ എഴുതിയിട്ടുള്ളത്. അപ്പൊ ജ്ഞാനാശ്രയ ശാഖയ്ക്ക് കവി എന്നാണ് കബീർദാസിനെ അറിയപ്പെടുന്നത്. ഓക്കെ, മറ്റേത് പ്രേമാശ്രയ ആണെങ്കിൽ പ്രേമത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ജ്ഞാനാശ്രയും പ്രേമാശ്രയ ശാഖയില് വരുന്നതില് കബീർദാസ് വരുന്നത് ജ്ഞാനാശ്രയ ശാഖയാണ്. ജ്ഞാനത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. കബീർ കി ഗുരു കാ നാം ക്യാ ഹെ? രാമാനന്ദ്. അതും ചോദിക്കാറുണ്ട് അധികവും. കഴിഞ്ഞ എക്സാമില് ചോദിച്ചതാണ്. കബീർ കാ ഗുരു കാ നാം ക്യാ ഹെ? രാമാനന്ദ്. കബീർ കി ഭാഷ ഏതാണ്? സദുക്കടി കിച്ചടി. സദുക്കടിയും കിച്ചടി. കിച്ചടി എന്ന് അറിയില്ലേ? മിക്സ്ചർ ഓഫ് സോ മെനി ലാംഗ്വേജസ്. ആ ലാംഗ്വേജസിന്റെ കുറെ വേർഡ്സ് എല്ലാം ഈ കബീറിന്റെ ഭാഷയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ കബീർ അൺപെഡാണ്. കബീറിന് എഴുതാനും വായിക്കാനൊന്നും അറിയില്ല. അതുകൊണ്ട് കബീറിന്റെ ദോഹകളെ എഴുതിയത് കബീറിന്റെ ശിഷ്യന്മാരാണ്. ധർമ്മദാസ് ആണ് കബീറിന്റെ ദോഹകളെല്ലാം എഴുതിയത്. ധർമ്മദാസ് ഇതിൽ കൊടുത്തിട്ടില്ല, ഓർത്തു വെക്കുക. ധർമ്മദാസ് ആണ് കബീറിന്റെ ദോഹകളൊക്കെ എഴുതിയത്. കബീറിന്റെ ഗ്രന്ഥത്തിന്റെ പേര്, ഈ ഗ്രന്ഥമൊക്കെ എഴുതിയത് ധർമ്മദാസ് ആണ്. ബീജകാണ് സാക്കി സബത്ത് രമേനി. സാക്കിയിലുള്ള ദോഹയാണ് നമ്മളിപ്പോ പഠിച്ചത്. സാക്കിയിലുള്ള ദോഹയാണ് പഠിച്ചത്. ചിലപ്പോൾ ചോദിക്കും ഈ ദോഹ കഹാസെ ലീ ഗയി ഹെ? ഈ ദോഹ എവിടെ നിന്നാണ് എടുത്തത്? സാക്കി എന്നാണ് എടുത്തത്. ഓക്കെ, അപ്പൊ ഗ്രന്ഥ ബീജകാണ്. അത് 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് സാക്കി സബത്ത് രമേനി. കബീറിന്റെ ഗുരു, ആ ദോഹ 2 ലൈന് തന്നിട്ട് ചിലപ്പോൾ ചോദിക്കൂ. അല്ലെങ്കിൽ കബീർ ഗുരു കെ മഹത്വ കെ ബാരെ മേ ക്യാ കഹാ ഹെ? ഗുരുവിനെ പറ്റിയിട്ട്. അപ്പൊ 3 ദോഹയില് ഗുരുവിന്റെ മഹത്വത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ ആ ഷോർട്ട് ആക്കിയിട്ട് ഗുരുവിന്റെ മഹത്വത്തെ പറ്റിയിട്ട് ഒരു 5 മാർക്കിനായിരിക്കും ചോദിക്കുക, അത് എഴുതുക. അതേപോലെ അടുത്ത ഈശ്വർ കെ മഹത്വ കെ ബാരെ മേ, കബീർ ഈശ്വരനെ പറ്റിയിട്ട് എന്താണ് പറഞ്ഞത്? അതാണ് ഈ പാഠത്തുനിന്ന് വരുന്ന ചോദ്യങ്ങൾ. ഓക്കെ, മനസ്സിലായില്ലേ? ഈസിയാണ്. അപ്പൊ ഇത് മാത്രം പഠിച്ചാൽ തന്നെ നല്ല മാർക്കോടെ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും. ഓക്കെ, അടുത്ത നമുക്ക് എന്നാ സൂർദാസിലോട്ട് പോവാം. സൂർദാസ് ഏത് കാലഘട്ട? ഭക്തി കാലഘട്ടത്തിൽ തന്നെയാണ്. സഗുണ ഭക്തിയാണ്. സഗുണ നിർഗുണ തമ്മിൽ വ്യത്യാസം അറിയില്ലേ? നിർഗുണം എന്ന് വെച്ചാല് ഈശ്വരന് രൂപവും ആകാരവും ഒന്നും ഇല്ലാത്ത. സഗുണം എന്ന് വെച്ചാല് ഈശ്വരന് പ്രത്യേകിച്ച് ഒരു രൂപമുണ്ട്, അതിന് ഒരു സ്ഥലത്ത് വെച്ചിട്ട് പൂജിക്കുന്നതിനാണ് സഗുണ ഭക്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സഗുണ ഭക്തിയിലാണ്. അതേപോലെ സഗുൺ ഭക്തിനെ 2 തിരിച്ചിട്ടുണ്ട്, കൃഷ്ണഭക്തിയും രാമഭക്തിയും. അപ്പം സൂർദാസ് കൃഷ്ണഭക്തിയിൽ പെടുന്ന ആളാണ്. അപ്പൊ സൂർദാസ് കിസ് ഭക്ത് കവി ഹെ? കൃഷ്ണ ഭക്ത് കവി ഹെ എന്ന് ചോദ്യം വരാം. കോൺസാ കവി ഹെ? കൃഷ്ണ ഭക്ത് കവി ഹെ. അതേപോലെ സൂർദാസ് കാ ഗുരു കാ നാം ക്യാ ഹെ? സൂർദാസിന്റെ ഗുരുയുടെ പേരെന്താണ്? വല്ലഭാചാര്യാണ്. വല്ലഭാചാര്യ. സൂർദാസ് അന്ധനായതുകൊണ്ട് സൂർദാസിന്റെ അച്ഛനും അമ്മയും ഒരു അമ്പലത്തില് ഉപേക്ഷിച്ചിട്ട് പോയതാണ്. അവിടെ നിന്ന് ആ വല്ലഭാചാരി എന്ന് പറഞ്ഞ ഒരാള് ആ അമ്പലത്തിലെ പൂജാരിയാണ് പിന്നീട് എടുത്ത് വളർത്തിയത്. അതുകൊണ്ട് ഗുരുവും സംരക്ഷകനും എല്ലാം ആരാണ്? വല്ലഭാചാര്യാണ്. സൂർദാസിന്റെ രസം എന്ന് വെച്ചാല് നമ്മള് 9 രസം പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് സൂർദാസിന്റെ രസം വാത്സല്യ രസമാണ്. വാത്സല്യ രസത്തെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ വാത്സല്യ രസമുള്ള കവിതകൾ അല്ലെങ്കിൽ ദോഹകൾ അല്ലെ പദാണ് ആരെഴുതിയത്? സൂർദാസ് എഴുതിയത്. സൂർദാസിന്റെ ഭാഷ വ്രജാണ്. കബീർദാസിന്റെ ഭാഷ സദുക്കടി ആണെങ്കിൽ സൂർദാസിന്റെ ഭാഷ വ്രജാണ്. അതേപോലെ സൂർദാസ് की പ്രമുഖ ഗ്രന്ഥങ്ങളാണ് സൂർസാഗർ, സൂർസാരാവലി, സാഹിത്യ ലഹരി. അപ്പൊ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്രന്ഥം, അപ്പൊ ഇങ്ങനെയും ചോദിക്കാം, സൂർദാസിക്ക് സബ്സെ പ്രമുഖ ഗ്രന്ഥ കോൺസാ ഹെ? സൂർദാസിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥം ഏതാണ്? സൂർസാഗർ ആണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള
ഗ്രന്ഥം. അപ്പം ഇത്രയും ആണ് ഇതിൻ്റെ അകത്തുനിന്ന്. പിന്നെ 2 ക്വസ്റ്റ്യൻ ഏതാണെന്ന് വെച്ചാൽ സൂർദാസ് ബാലകൃഷ്ണ കാ വർണ്ണൻ കിസ് പ്രകാർ കിയാ ഹെ. ബാലകൃഷ്ണന്റെ വർണ്ണന എങ്ങനെയൊക്കെയാണ് അത് ആ പദത്തിലുണ്ട്, അത് എടുത്ത് എഴുതുക വേണ്ടത്. പിന്നെ ഉള്ള ലാസ്റ്റ് 3-ാമത്തെ പദത്തിലാണ് ഇത്. കൃഷ്ണ ഓർ യശോദ കെ ബീച്ച് ബാത്ചീത്ത്. കൃഷ്ണനും യശോദയും തമ്മിലുള്ള സംസാരം അത് എഴുതാൻ. പിന്നെ സൂർദാസ് കൃഷ്ണ കെ മഹത്വ കെ ബാരേമേ ക്യാ കഹാ ഹെ. കൃഷ്ണനെ പറ്റിയിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ 3 തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇതിൽ നിന്ന് വരിക. ഒന്ന്, ബാലകൃഷ്ണനെ പറ്റി വർണ്ണിച്ചിട്ട് എന്താണ് സൂർദാസ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ യശോദര കൃഷ്ണന്റെ അമ്മയും കൃഷ്ണനും തമ്മിലുള്ള 3-ാമത്തെ പദത്തിലുള്ള സാരാംശമാണ് എഴുതേണ്ടത്. എന്താ അമ്മേ എൻ്റെ മുടി വളരാത്തതെന്നുള്ള പറയുന്ന കുറച്ച് കാര്യങ്ങളില്ലേ. അപ്പോൾ ആ ഒരു നല്ല രീതിയിലുള്ള നല്ല തമാശ രീതിയിലുള്ള സംഭാഷണമാണ് ഇതിൽ എഴുതേണ്ടത്. കൃഷ്ണനും യശോദയും തമ്മിലുള്ള ബാത്ചീത്ത്. പിന്നെ കൃഷ്ണനെ പറ്റിയിട്ടുള്ള മഹത്വം, കൃഷ്ണനില്ലാണ്ട് എനിക്കൊന്നുമില്ല, ഉദാഹരണ സഹിതം പറയുന്ന ആ ജഹാസ് കി പഞ്ചി എന്ന് പറഞ്ഞ ആ ഉദാഹരണം. അങ്ങനെ ഓരോരോ 3 ഉദാഹരണമായിട്ട് അതിൽ ഒരു 2-ാമത്തെ പദത്തിൽ പറയുന്നുണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഇതിൽ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം. പന്ത് ചോദിക്കുന്നത് പന്ത് കാ പൂരാ നാം ക്യാ ഹെ. ഏതാ സുമിത്രാനന്ദ് പന്ത് എന്നാണ് പന്തിന്റെ ഫുൾ നെയിം. എവിടെയാ ജനിച്ചത്? കൗസാനിയിലാ ജനിച്ചത്. ഏത് കാലഘട്ടത്തിലാണ് അത് ഇവിടുത്തെ കൊടുത്തിട്ടില്ല, ഏത് കാലഘട്ടത്തിലാണ്? ഛായാവാദി കാലഘട്ടത്തിലാണ് പന്തിന്റെ കാലഘട്ടം, ഛായാവാദി കാലഘട്ടം. ഓക്കെ, പന്തിന്റെ വേറൊരു പേരാണ്, ചിലപ്പോൾ അത് ചോദിക്കാറുണ്ട്. പന്ത് കാ ദൂസറാ നാം ക്യാ ഹെ. പ്രകൃതി കാ സുകുമാര കവി. ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാറുണ്ട്, പ്രകൃതി കാ സുകുമാര കവി കോൻ ഹെ. അപ്പൊ എന്തുകൊണ്ടാ പ്രകൃതി കാ സുകുമാര കവി എന്ന് വന്നത്? അയാള് അധികവും പ്രകൃതിനെ പറ്റിയിട്ടാണ് അയാളുടെ കവിതകളിൽ എഴുതിയിട്ടുള്ളത്. പ്രകൃതി കാ സുകുമാര കവി ഇസ്ലിയെ കഹാ ഗയാ ഹെ. ठीक है. പന്തിന് സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഏതിലാണ്? അതും ചോദിക്കാറുണ്ട്. ലോകായത്തനാണ് പന്തിന് സാഹിത്യ അക്കാദമി പുരസ്കാർ കിട്ടിയിട്ടുള്ളത്. ജ്ഞാനപീഠ പുരസ്കാർ ചിദംബര കേലിയെ മില. ജ്ഞാനപീഠം ചിദംബരക്കാണ് കിട്ടിയത്. പിന്നെ ചോദിക്കുന്ന ചോദ്യമാണ് പന്ത് കി പ്രമുഖ രചനായി. അപ്പൊ എന്തായാലും നമ്മൾ ലോകായത്തനും ചിദംബരയും പഠിച്ചതാണ്. അപ്പൊ അത് 2 എഴുതുക. യുഗവാണി, ഗ്രാമ്യ, ഇഷ്ടംപോലെ രചനകളുണ്ട്. പക്ഷെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 രചനകളുടെ പേര്. അപ്പൊ പന്ത് കി രചനായും ചോദിക്കാറുണ്ട്. പിന്നെ ചോദിക്കുന്നത് നോക്കാവിഹാർ. നോക്കാവിഹാറിൽ എന്തിനെ പറ്റിയിട്ടാണ് വർണ്ണിച്ചിട്ടുള്ളത്? സാരാംശ് ഫുൾ അതിനെ പറ്റിയിട്ട് ബ്രീഫ് ആയിട്ട് എഴുതുക. പിന്നെ കിസ്ക വർണ്ണൻ ഹുവാ ഹെ. അപ്പം പ്രകൃതിനെ പറ്റിയിട്ടാണ് വർണ്ണിച്ചിട്ടുള്ളത്. ഗംഗാദേവിനെ പറ്റി വർണ്ണിച്ചിട്ടുണ്ട്. ഗംഗാദേവി നദിയാണ്. നദീനെ ഒരു സ്ത്രീയായിട്ട് കണക്കാക്കി ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നൗകാവിഹാറിൽ എന്തിനെ പറ്റിയിട്ടാണ്? ഗംഗാ നദീനെ പറ്റിയിട്ട്. അത് എന്തുമായിട്ട് താരതമ്യം ചെയ്തിട്ടാണ്? ഒരു സ്ത്രീയായിട്ട് താരതമ്യം ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം പന്തിനെ പറ്റിയിട്ടും നമുക്ക് ഈ ഒരു ഇത് മാത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ പാസ്സാവും. അടുത്ത നിരാല. അപ്പോൾ നിരാലേൻ്റെ ഫുൾ നെയിം എന്താ? സൂര്യകാന്ത് ത്രിപാഠി നിരാലയാണ്. निराला का अन्य नाम है महाप्राण निराला. महाप्राण निराല, ത്യാഗമൂർത്തി നിരാല. അപ്പം നിരാലയുടെ അന്യനാം ഹെ മഹാപ്രാൺ. ചിലപ്പം ചോദിക്കാറുണ്ട് മഹാപ്രാൺ നിരാല എന്ന പേരിൽ ആരാണ് അറിയപ്പെടുന്നത്? അല്ലെ മഹാപ്രാൺ കിസേ കഹത്തെ ഹെ. മഹാപ്രാൺ എന്ന് പറഞ്ഞാൽ നിരാലയാണ്, ത്യാഗമൂർത്തിയാണ് നിരാല എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അയാളുടെ വേറൊരു പേരാണ് ത്യാഗമൂർത്തി നിരാല. അപ്പൊ ഇത് ചോദിക്കാറുണ്ട്. നിരാല का जन्म कहाँ पर हुआ है? ബംഗാൾ में हुआ है. उनकी प्रमुख रचनाएं. ഏതെങ്കിലും 3 രചനകളുടെ പേര് ഓർത്തു വെക്കുക. പരിമൽ ബേല, നെ, പത്തി. അതേപോലെ ജൂഹി കി കലി, ആ കവിതയുടെ സാരാംശം നല്ല രസമുള്ള സാരാംശമാണ്. പ്രകൃതി വർണ്ണനയാണ് ചെയ്തിട്ടുള്ളത്. അതിനെപ്പറ്റി എഴുതുക ഒരു ഷോർട്ടായിട്ട്. പിന്നെ ഛായാവാദത്തിലെ 4 സ്തംഭങ്ങളിൽ ഒരാളാണ് നിരാല. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ച പന്ത് ഛായാവാദി യുഗത്തിലെ ആളാണ്. നിരാല ആണ് മഹാദേവി വർമ്മ പ്രസാദും ഛായാവാദി യുഗത്തിലെ 4 സ്തംഭങ്ങളാണ്. അപ്പൊ ചിലപ്പം ചോദിക്കാറുണ്ട് ഛായാവാദിക്ക് 4 സ്തംഭ കാ നാം ബത്തായിയെ. ഛായാവാദത്തിലെ 4 സ്തംഭ പേര് പറയൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാണ് 4 ആള്. പന്ത്, നിരാല, മഹാദേവി വർമ്മ, प्रसाद. ठीक है, तो 4 स्तंभ हैं.
അപ്പൊ ഇത്രയാണ്. അതേപോലെ വേറൊരു ചോദ്യമുണ്ട്, ഈ കവിത കി ക്രാന്തികാരി കവി കോൻ ഹെ? ഈ ആധുനിക കാലത്തെ ക്രാന്തികാരി കവി കോൻ ഹെ? ആധുനിക കാലഘട്ടത്തിലെ വിപ്ലവകാരിയായ കവി ആരാണ്? നിരാലയാണ്. അതേപോലെ ഭക്തി കാലഘട്ടത്തിലെ ക്രാന്തികാരിയായ കവി ആരാണ്? കബീറാണ്. അതും കൂടി ഓർത്തു വെക്കുക. ആധുനിക കാലഘട്ടത്തിലെ ക്രാന്തികാരി കവി കോൻ ഹെ? നിരാല ഹെ. ഭക്തി കാലത്തെ ക്രാന്തികാരി കവി കബീർ ഹെ. വിപ്ലവകാരിയാണ്. ഇപ്പൊ നിരാല എന്ന് വെച്ചാല് കവിതകളിലെ എല്ലാ സോഷ്യൽ ചേഞ്ചസിന് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് കബീർദാസും. കബീർദാസ് ഇപ്പോഴും പ്രാസംഗികനാണെന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത അഗ്ഗേയാണ്. അഗ്ഗേ കാ പൂരാ നാം സച്ചിദാനന്ദ ഹീരാനന്ദ വാസിയായി അഗ്ഗേയാണ്. അധികം ചോദിക്കാറുണ്ട് അഗ്ഗേ കാ പൂരാ നാം, പഠിച്ചു വെക്കുക. അഗ്ഗേ ഏത് ഛായാവാദി കാലഘട്ടമാണ് നമ്മൾ നോക്കി. അതിനുശേഷം വരുന്നതാണ് പ്രയോഗവാദ്. പുതിയ പുതിയ എക്സ്പെരിമെന്റ് ആയിട്ട് ആ ഒരു കാലഘട്ടം മുന്നോട്ട് പോയി. അപ്പം അഗ്ഗേ ഏത് കാലഘട്ടത്തിലെ കവിയാണ്? പ്രയോഗവാദ് കാ കവി ഹെ. അത് കഴിഞ്ഞിട്ട് വരുന്ന നയി കവിതയിലും അയാളുടെ രചനകൾ എഴുതിയിട്ടുണ്ട്. അഗ്ഗേ കാ ജന്മ ഉത്തർപ്രദേശ് മേ ഹുവാ ഹെ. അപ്പൊ ഏത് കാലഘട്ടത്തിലാണ്? പ്രയോഗവാദ് കാ. ഇങ്ങനെയാ ചോദിക്കുക, പ്രയോഗവാദ് കാ പ്രമുഖ് കവി കോൻ ഹെ? പ്രയോഗവാദ് കാ പ്രമുഖ് കവി അഗ്ഗേ ഹെ. ठीक है. താരസപ്തക കാ പ്രവർത്തക ഹെ. താരസപ്തക എന്ന് വെച്ചാൽ ഒരു കൂട്ടായ്മയാണ്, ഒരു കുറെ കവികളുടെ കൂട്ടായ്മയാണ് താരസപ്തക. അപ്പം താരസപ്തക കാ പ്രമുഖ പ്രവർത്തക കോൻ ഹെ? താരസപ്തക ഉണ്ടാക്കിയ തന്നെ അഗ്ഗേയാണ്. കുറെ കവികളെ കൂട്ടി ആ കവികളുടെ രചനകളെല്ലാം അതെന്റെ പത്രികയിൽ പ്രകാശനം ചെയ്തു. അപ്പൊ അഗ്ഗേക്ക് പത്രിക കാ നാം ക്യാ ഹെ? ഏതൊക്കെ പത്രികയിലാണ് അയാൾ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തത് നോക്കാം. വിശാൽ ഭാരത്, ദിൻമാൻ, നയാ പ്രതീക്. ഓക്കെ, അപ്പൊ ഈ പത്രികകളിലെല്ലാം ഈ കവികളുടെ രചനകള് സംഗ്രഹിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അഗ്ഗേക്ക് പ്രമുഖ രചനയെ ഏതൊക്കെയാണ്? അഗ്ഗേന്റെ രചനകൾ ചോദിക്കാറുണ്ട്. ആത്മനെ പദ്, ഇത്യലയം, ആംഗൻ കെ പാർ ദ്വാർ. ചിലപ്പോൾ 2 മാർക്സിനായിരിക്കും ചോദിക്കുക അഗ്ഗേക്ക് പ്രമുഖ രചനയെ. നാച്ച് എന്ന് പറഞ്ഞ കവിതയുടെ സാരാംശം എഴുതുക. അപ്പൊ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ജന്മം തൊട്ട് മരണം വരെയുള്ള ആ ജീവിതമാണ് ഈ നാച്ചില് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട്, അപ്പൊ മാർക്ക് അനുസരിച്ച് എഴുതുക. അപ്പൊ 5 മാർക്കാണെങ്കിൽ ഒരു പാരഗ്രാഫ് എഴുതുക, കവിനെ പറ്റി എഴുതുക ഒരു പാരഗ്രാഫിൽ, പിന്നെ അടുത്ത സാരാംശം. 10 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ ആദ്യം ഒരു പാരഗ്രാഫ് തന്നെ രചനാകാരനെ പറ്റി എഴുതുക, പിന്നെ കവിതേന്റെ വിശദീകരണം എഴുതുക. അപ്പൊ അടുത്ത നമുക്ക് നോക്കാം. അനാമികയാണ്. അനാമികയുടെ പ്രസിദ്ധമായ രചനയാണ് മൗസിയ. മൗസിയ കവിത മേ കവിയത്രി ക്യാ കഹന ചാത്തേ ഹെ? അപ്പൊ മൗസി എന്ന് പറഞ്ഞ കവിതയില് കവിയത്രി എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? മൗസി എന്ന് വെച്ചാല് എളേമ, ഓക്കെ, ചിറ്റ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ കവിതയുടെ സാരാംശമാണ് ചോദിക്കുക. പിന്നെ സരിത ശർമ്മയുടെ ഭ്രൂണഹത്യനെ പറ്റി ഉള്ള കവിതയാണ്. അതിനെപ്പറ്റി എന്തൊക്കെ സമൂഹത്തിന് സരിതാ ദേവിക്ക് ചെയ്യാൻ പറ്റി, അല്ലെ അവർക്ക് എന്തൊക്കെ ഇതിനെതിരെ പ്രവർത്തിക്കാനുള്ള ഒരു ഊർജം നൽകുകയാണ് ഈ കവിതയിലൂടെ. ഓക്കെ, അരുൺ കമലിലെ മുക്തി എന്ന് പറഞ്ഞ കവിതയിൽ ഒരു റിട്ടയർഡ് ഒരു ടീച്ചറുടെ ആത്മകഥയാണ് ഇതിൽ പറയുന്നത്, കവിതയായിട്ട് പ്രസിദ്ധീകരിച്ചത്. അപ്പൊ ഇതൊക്കെ 5 മാർക്കിനും എസ്സേനാണ് ഇതൊക്കെ ചോദിക്കുക. ഓക്കെ, ഒന്നിക്കല് ഭ്രൂണഹത്യനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഒരു 5 മാർക്കിന് ചോദിക്കും. മുക്തിയുടെ സാരാംശം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ മുക്തി ആരെ എഴുതിയതെന്നും ചോദിക്കാം. മുക്തി കവിത കിസ്നെ ലിഖാ ഹെ? മുക്തി കവിത അരുൺ കമലിനെ ലിഖാ ഹെ. സരിത ശർമ്മ കിസ് രചന की है? किस कविता की रचना की है? അനാമിക കിസ് കവിത കി രചന കി ഹെ? അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ നമുക്ക് അടുത്ത നോക്കാം. ജ്ഞാനേന്ദ്രപതിയുടെ പ്യാസ കൂവയാണ്. അതില് പ്രദൂഷണനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, പൊല്യൂട്ടഡ് ആക്കുന്ന. അപ്പൊ അതിനെ പറ്റിയിട്ട് ചിലപ്പം ഒരു 5 മാർക്കിന് ചോദിക്കാം. പിന്നെ പ്യാസ കൂവയുടെ സാരാംശം ചോദിക്കാറുണ്ട്.
ഗഗൻ ഗില്ലിന് ഇസ് തരഹ് എന്ന് പറഞ്ഞ കവിതയിൽ ജീവിതയാത്രയെ പറ്റിയിട്ട് പറയാണ്. അപ്പോൾ ആ യാത്രയെ പറ്റിയിട്ടും ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇത് നമ്മളുടെ ഇത് ദോഹ തൊട്ട് ഇസ് തരഹ് വരെയുള്ള ഏകദേശം ഒരു ബ്രീഫ് നോട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത നോക്കാം നമുക്ക്. അടുത്ത ബുക്കാണ് പത്രലേഖനും പാരിഭാഷിക് ശബ്ദാവലിയും അനുവാദവും. പത്രലേഖനിൽ നമുക്കറിയാം, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. ഇൻഫോർമൽ ലെറ്ററും ഇൻഫോർമൽ ലെറ്ററും ഉണ്ട്. ഇൻഫോർമൽ ലെറ്ററിൽ നമ്മൾ നമ്മളുടെ भाई को लिए पत्र लिखते हैं, पिता के लिए पत्र लिखते हैं, अपनी माता के लिए पत्र लिखते हैं. അത് ഇൻഫോർമൽ ലെറ്ററിൽ വരുന്നതാണ്. പിന്നെ വരുന്നതാണ് ഔപചാരിക് ഓർ അനൗപചാരിക് എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. അപ്പോൾ ഔപചാരിക് പത്രത്തിൽ വരുന്ന കുറച്ച് ഒഫീഷ്യൽ ആയിട്ടുള്ള ലെറ്റേഴ്സാണ്. അത് ആ ടെക്സ്റ്റിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതിൽ ഒരു പ്രബന്ധത്തിൽ ഒരു മാനേജറിന് എഴുതിയ കത്താണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. വായിച്ചു നോക്കുക. ഏകദേശം ഈ ഒരു മോഡലിലാണ് വരിക. പിന്നെ ആദേശ് റദ്ദ് കർണേക്ക അനുരോധ് ഏകദേശം ഈ ഒരു മോഡലൊക്കെയാണ് ലെറ്റർ. ഇത് ഡീറ്റെയിൽ ആയിട്ട് എടുത്തതാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഓക്കെ, ഏതൊക്കെയാണ് ലെറ്റേഴ്സ് നോക്കാം. ശിക്കായത്തി പത്ര വരാറുണ്ട്. കംപ്ലൈൻറ്റ് ലെറ്റർ സേവാമേ ടു കൊടുത്തിട്ട് എഴുതുക. വിഷയം വേണം, സന്ദർഭം വേണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ലെറ്റേഴ്സ്. ഭുഗ്താൻ കർണേക്ക അനുരോധ് കർത്തേ ഹുए लिखा പത്ര. ഓർഡർ, ഒരു ബൾക്കായിട്ടുള്ള ഓർഡർ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെറ്ററാണ്. പിന്നെ വരുന്നത് പാരിഭാഷിക് ശബ്ദാവലിയാണ്. നമ്മൾ ഏകദേശം 10 വെച്ചിട്ട് പാരിഭാഷിക് ശബ്ദാവലി പഠിച്ചു കഴിഞ്ഞതാണ്. എല്ലാം 50 എണ്ണമാണ്. 1 to 50 വരെയാണുള്ള പാരിഭാഷിക് ശബ്ദാവലി. ആ പാരിഭാഷിക് ശബ്ദാവലിയിൽ ചിലപ്പോൾ ഹിന്ദി ചോദിച്ചിട്ട് മഹാലേഖാപാൽ എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്ന് ചോദിക്കാം. തിരിച്ചു ആവാം. ആക്ട് കാ പാരിഭാഷിക് ശബ്ദാവലി ക്യാ ഹെ. അങ്ങനെ 5 മാർക്കിന് ഇതും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ മറന്നു പോരുത്. ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് പാരിഭാഷിക് ടെക്നിക്കൽ ടേംസ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് കാഷ്വൽ ലീവ് അതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. ബില്ല്, ബെനിഫിറ്റ്. ഓക്കെ, 50 എണ്ണം അത് പഠിച്ചു വെക്കുക. പിന്നെ അനുവാദമാണ്. അനുവാദ് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കാൻ ഓരോരോ വേർഡും ഓരോ സെൻറ്റൻസ് നമുക്ക് നോക്കാൻ ടൈം ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇതിൽ വീഡിയോയിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേണ്ടിക്കൽ ഗ്രൂപ്പിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. അനുവാദം എന്ന് വെച്ചാൽ ഒരു ഭാഷയിൽ നിന്ന് മറ്റു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനാണ് അനുവാദം എന്ന് പറയുന്നത്. സ്രോത ഭാഷ और ലക്ഷ്യ ഭാഷ. ഓക്കെ, അപ്പോൾ दोनों की भाषाओं को अच्छी तरह समझना चाहिए. 2 ഭാഷയെ പറ്റിയിട്ട് നല്ല രീതിയിൽ അധികാരം ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ एक പാരഗ്രാഫ് अगर दिए, ഇത് 10 മാർക്കിനാണ് ചോദിക്കുക. അപ്പോൾ ഒരു പാരഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ अगर एक पैराग्राफ दिया तो हम उसको पूरा तरह अच्छी तरह पढ़ेंगे और उसका भावानुवाद करेंगे. ഏകദേശം അനുവാദം ചെയ്യുക, വിട്ട് കളയരുത്. എന്താ വെച്ചാൽ ആ 10 മാർക്ക് വെറുതെ കളയണ്ട. അപ്പം വായിക്കുക, അത് ഫുള്ള് മനസ്സിലാക്കുക, എന്നിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പോൾ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ വേണ്ട. ഓക്കെ, താങ്ക് യു.